പ്രാവശ്യം പോകുന്നത് എന്തിനാടാ? ഈ 5-6 പ്രാവശ്യം പോകില്ല. രാവിലെ മുതൽ എണീറ്റ് കഴിഞ്ഞാൽ മാസ്കും ഒക്കെ വെച്ച് കള്ളന്മാരുടെ കൂട്ട് 5-6 പ്രാവശ്യം ഇതുവഴി പോകുന്നു. 5-6 പ്രാവശ്യം നീ അവിടെ പോവാടാ. നീ ആനമയക്കെയും കുടിച്ചിട്ട് വന്നിട്ട് ഞങ്ങളെ പൂര തെറിവിളി ചെയ്യും. പൂര തെറിവിളി ആനമയക്കെയും കുടിച്ചിട്ട് വന്നിട്ട് പൂര തെറിവിളി ചെയ്യും. ഞങ്ങളെ ഇൻഷുറൻസ് മോട്ടിക്കണമെന്നാണ്. ഇൻഷുറൻസ് ഇവിടെ ഓർഗൻ മാഫിയ. പിന്നെ കൊലപാതകം ഇഷ്ടംപോലെ കൊലപാതകം ചെയ്തതാണ്. ഇഷ്ടംപോലെ കൊലപാതകം. എന്റെ കൽപ്പകവല്ലിയുടെ വീട്ടിൽ ഇഷ്ടംപോലെ കൊലപാതകമാണ്. കല്ലടയിലെ ഒരു പെൺപിള്ളെ പാവയ്ക്ക് ഒരു തള്ളൻ മണ്ണെണ്ണ. ഇതിന്റെ ഹിസ്റ്ററി, ഇതിന്റെ വീട്ടിലെ ഹിസ്റ്ററി, അതിനെ കേരള വീട്ടിലെ ഹിസ്റ്ററി നോക്കിയാൽ മതി. ഇതിനകത്ത് നമ്പർ 1 ബാക്ക് ചെയ്യുന്നതാണ്. ഇതിന്റെ സപ്പോർട്ടാണ്, നമ്പർ 1 സപ്പോർട്ടായി ഉമ്മാരുടെ. പാർട്ടിയെ പിടിച്ചിരിക്കുന്ന അതിനാ. ഉമ്മാരുടെ എന്തെങ്കിലും ആരെങ്കിലും പിടിവീഴാനൊക്കെ റെഡിയാവാൻ ഇറക്കിക്കൊണ്ട് വരാനാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടന്ന് പ്രവർത്തിക്കുക പറയണം കള്ളജാതികളെല്ലാം കൂടെ. പിടിവീഴാൻ പാർട്ടിപരമായിട്ടൊക്കെ ഇറക്കാനായിട്ട് ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിടന്ന് പ്രവർത്തിക്കുക. അതിനാ ഈ പാർട്ടിയൊക്കെ ഇപ്പം. കല്ലടയിലെ ഒരു കാമിനി എന്ന് പറയുന്ന ഒരു നിങ്ങൾ അന്വേഷിച്ചാൽ മതി. കല്ലടയില് അയാളുടെ മോന്റെ 2 ആമക്കളാ. ഒരു മൂത്ത മോന്റെ ശ്യാംലാല്, അവനാ റിയ എന്ന് പറയുന്ന ഇവന്റെ ഭാര്യയുടെ ചേട്ടത്തിയുടെ മോളാ പറഞ്ഞ അങ്ങനെയാ പറഞ്ഞത് ശ്യാംലാല്. പിന്നെ ഇവന്റെ കൽപ്പകവല്ലിയുടെ വേറൊരു ചേട്ടത്തിയുടെ ഒരു മോള് ബാധയെന്നൊക്കെയാണ് നീട്ടി വിളിക്കുന്നത്. അവരെ ഇതുപോലെ ഡിവോഴ്സ് ചെയ്ത് തന്നെത്താനെയായിരുന്നു അവര് സാരി പിടിച്ചിട്ട് സുനാമി പാലത്തിന്റെ മണ്ടയ്ക്കൊന്ന് സാരി തന്നെ ചെരുപ്പ് കായലിന്റെ അവിടെ ഇങ്ങനെ വെക്കും. ചെരുപ്പ് പാലത്തേലോട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ചെരുപ്പ്. കായലിൽ ചാടിയിരുന്നു അവിടുന്ന്. അതുപോലെ തന്നെ വേറൊരാൾ ഇതുപോലെ തന്നെ വേറൊരു കൽപ്പവല്ലിയുടെ ചേട്ടത്തിലെ സൗദാമിനി എന്ന് പറയുന്നത് അതൊരു ടീച്ചറായിരുന്നു. അവരുടെ മോൻ. അവർക്കൊന്നും ഒരു ആത്മഹത്യയുടെ യാതൊരു കാര്യമില്ല. എന്തൊരു ആത്മഹത്യയല്ല, അതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ആ ചേട്ടൻ. ഇതുപോലെ ചെരുപ്പ് വെച്ചിട്ട് കുളത്തി ചാടിയിരുന്നു. എല്ലാം കൊന്നിടുവാ ഇങ്ങനെ. പിന്നൊരു പിന്നൊരു ഉയർമോടിക്കാവ് അമ്പലത്തിനടുത്ത് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു വീടുണ്ട്. അതിനടുത്ത് ഒരു തവാൻ എന്ന് പറയുന്ന ഒരാളെ ഇതുപോലെ എല്ലാം ഒറ്റയ്ക്കാക്കിയാ കൊല്ലുന്നത്. ഇവരുടെ പാറ്റേൺ എടുത്താൽ മതി. ഒറ്റയ്ക്കാക്കി കൊല്ലും. ഒറ്റയ്ക്കാക്കി അതും കല്യാണം കഴിച്ചാൽ ആ പെണ്ണുപിള്ളി ആണെങ്കിൽ വഴങ്ങി പിടിച്ചോണ്ട് പോയി ഇവനെ ഒറ്റയ്ക്കാക്കി എല്ലാം വക വരുത്തി ഒന്ന് കെട്ടി തൂക്കിയിരുന്നു. ഒരാൾ കഴിഞ്ഞ് അറിയുന്നത്. നമുക്കെല്ലാം രാജേഷ് ചന്ദ്രയുടെ ഫോട്ടോയും കൊണ്ട് നടക്കുകയായിരുന്നു. അവൻ കെട്ടിത്തൂങ്ങി നിന്ന ഫോട്ടോയും കൊണ്ടൊക്കെ നടക്കുകയായിരുന്നു. നമ്മൾക്കെല്ലാം എല്ലാം അറിയാം. അതുകൊണ്ട് ഇങ്ങനെ നടക്കുക ഫോട്ടോയിലായിട്ടൊക്കെ ഇങ്ങനെ. എന്റെയും കൊല്ലൊന്ന് കുഴിച്ചു മൂടാമെന്നാ വിചാരിച്ച പണ്ട് 2020 സുബ്രഹ്മണ്യനെ ഇതായിരുന്നു. അയ്യോ വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാരണം എന്റെ പ്രമാണമല്ലാന്ന് അന്നേരം എവിടാ എന്റെ പ്രമാണമല്ലാതെ അന്നേരം ഞാൻ സേഫ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ. അതറിയാതെ വിളംബരം. അങ്ങനെ ഞാനങ്ങ് സാമ്പത്തിക ബാധ്യത കയറിയെങ്കിൽ ചത്തൊന്ന് വരുത്താനായിരുന്നു. തൂങ്ങിച്ചത്തൊന്ന് വരുത്താനായിരുന്നു എന്റെ വേല. അങ്ങനെ ഒത്തിരിയേറെ സാമ്പത്തിക ബാധ്യത കാരണം തൂങ്ങിച്ചത്താന്ന് വരുത്തിയിട്ടുണ്ട്. ഇവിടെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തിക ബാധ്യത കാരണം തൂങ്ങിച്ചത്തുന്നു. അങ്ങനെ തൂക്കിക്കൊല്ലാനായിരുന്നു. അങ്ങനെ ഇവിടെ കരണ്ട് കളഞ്ഞിട്ടൊക്കെ ഒത്തിരി എണ്ണം നടക്കുമായിരുന്നു ഒരു ദിവസം. നടന്നില്ല. പക്ഷേ പല പല വേലകളാ. ഭയങ്കര വൻ കൊള്ളസംഘവും കൊലപാതകങ്ങളും ഇങ്ങനെ നടക്കുക. കൊലപാതകങ്ങള് ചുറ്റിനും ഇങ്ങനെ നടക്കുക. നമ്മുടെ അയ്യോ വല്ലാത്ത ഇതാ ഇവിടെ. എങ്ങനെ റെഡിയാക്കണമെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ തിരക്കി നോക്കിയോ ഈ പറഞ്ഞ ഓരോ ഇതും സംഭവങ്ങളും ശരിയാണ്. മുഴക്കുമോടിക്കാവിലെ അമ്പലത്തിന്റെ അവിടെ ഓടിട്ട വീടെന്ന് പറയുന്നത് തവാൻ എന്ന് പറയുന്ന ഒരു ആള് തൂങ്ങി നിന്നോ. കെട്ടിത്തൂങ്ങിയൊന്നുമല്ല, കെട്ടിത്തൂങ്ങി നിന്നിരുന്നോ. പിന്നെ കല്ലടയിൽ പോയി കിടക്കണം. ശ്യാംലാല് ടിപ്പറൊക്കെ ഓടിച്ചു വരാനൊക്കെ അവന്റെ ജോലി. അവന്റെ തവണ എങ്ങനെ ചർച്ചയത് മണ്ണെണ്ണ കഴിച്ച്. ഇതെല്ലാം ആത്മഹത്യയാണ് പറയുന്നത്. മണ്ണെണ്ണ കഴിച്ച് ചൂട്ടഴിച്ചതാ. നിങ്ങൾ തിരക്കിയാൽ മതി. പിന്നെ പുല്ലൂടങ്ങരയല്ല മറ്റേത് എന്തുവായിരുന്നു, ആയിരന്തങ്ങ് അടുത്തങ്ങാണ്ട്. ഇതെന്ന് തോന്നുന്നു സൗദാമി സാറെന്ന് പറയുന്നത്. അവിടെ
ബോർണയിലും ഡൽഹിയിലും ഒക്കെ പോയി പഠിച്ച് എല്ലാം പറഞ്ഞു തരാം. അയാൾ എങ്ങനെ കുളത്തിൽ ചത്ത് കിടന്നതാണോ എന്ന് കേൾക്കണം. ചെരുപ്പ് കുളത്തിന്റെ കരയിരിക്കുന്നത്. ഇതുപോലെ പിന്നെ പൊന്മനക്കാരി ഇതും മുഴങ്ങോഴ്ത്താവിൽ അമ്പലത്തിന്റെ അവിടെ തന്നെ ഒറ്റയ്ക്ക് താമസിച്ച് ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ ഒറ്റയ്ക്ക് താമസിച്ച ഒരു ആണും പെണ്ണും ചെറുപ്പം പിള്ളേരുണ്ടായിരുന്നു പഠിക്കാൻ വിളിച്ചത്. പിള്ളേര് അവരെങ്ങനെ അവര് കായലിൽ നിന്ന് കാണുന്ന കാര്യം ഇത് പഠിക്കാൻ വിളിച്ചത് പിള്ളേരുള്ളവരല്ലേ തിരിച്ചാകാനാ. അവരെ എങ്ങനെ ഇതാക്കിയെന്ന് നിങ്ങൾ തിരക്കി നോക്കിക്കോ. തിരക്കി നോക്കിയിട്ടല്ല പറയുന്നത് ചുമ്മാതാണോ അല്ലയോ എന്നുള്ളത്. കള്ളക്കൂട്ടമാണ് നടക്കുക. ഇങ്ങനെ കള്ളക്കൂട്ടൻ കൊലപാതകികള് ക്രിമിനലുകൾ നടക്കുക. ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുക. നമ്മുടെ വീട്ടിൽ വെള്ളത്തിനകത്ത് കിടക്കാൻ വന്നതിന്റെ ഞാൻ എടുത്ത് യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ചുമ്മാ ഓരോന്നും തെളിവോടായിട്ടേക്കുന്നത് ഓരോ നിയമമായി ചെയ്യുന്നത്. ഈ ക്രിമിനലുകൾ കാരണം ജീവിക്കാൻ വയ്യ. ഈ ഓരോരുത്തി കുറെ ക്രിമിനലുകളുണ്ട് ഇങ്ങനെ. ഇവന്മാരെ ഏറ്റവും വലിയ ക്രിമിനലുകൾ ഈ പോച്ചയിലെ കുറെ അവന്മാരെ പ്രധാനമന്ത്രിയിലെയും ഒരു പോച്ചയിൽ ഒരു വന്നു കയറിയവരാനുണ്ട്. ഒരു മലപ്പുറത്തുകാരൻ. അവന്മാരാ മറ്റുള്ളവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതും കൂടെ. ഇവന്മാരെ ഏറ്റവും വലിയ ക്രിമിനലുകൾ. ഒരു കള്ളി എന്റെ വീട് വന്ന് അടിച്ചു പൊളിച്ച് കയറി. ഒരു പോലീസുകാരനോട് പറഞ്ഞു നമ്മുടെ കസ്റ്റഡിയിൽ പോയപ്പോ അത് പറഞ്ഞ അവന്റെ പണി പോയേനെ. പണി ഏത് പോലീസുകാരനായാലും അവന്റെ പണി പോയേനെന്ന് വീട് അടിച്ചു പൊളിച്ച് കയറുന്നത്. അങ്ങനെ വരെ നടന്നതാ. സെർച്ച് വാറന്റി ഒന്നും ഇല്ലാതെ വന്നിരിക്കുക. ഒരു ഗൂണ്ടാപ്പലരി ഉണ്ട്. ഒരു രാജമ്മ എന്ന് പറഞ്ഞൊരു ഗൂണ്ടാപ്പലരി. അവളവിടെ വന്നിരിക്കുന്നത് ഗൂണ്ടാപ്പലരി. അത് വലിയ ഗൂണ്ടയാണെന്ന് പോലും. ഗൂണ്ടായിട്ട് ഇപ്പൊ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കണ്ടി നമ്പർ 1 ക്രിമിനൽ ആവണം. നമ്പർ 1 ക്രിമിനൽ. നല്ല കോണ്ടാക്റ്റാ സുബ്രഹ്മണ്യനും ഒക്കെ അവളുമായിട്ട് നല്ല കോണ്ടാക്റ്റാ ഈ രാജമ്മയുമായിട്ട്. സുബ്രഹ്മണ്യനും ഡൽഹിയിലെ പ്രധാനമന്ത്രിയുള്ളവർക്കൊക്കെ ഭയങ്കര കോണ്ടാക്റ്റ് അവളുമായിട്ട്. അവളെന്നെ അങ്ങ് വകവരുത്താനായിട്ട് നടക്കുമായിരുന്നു. എന്നെ വകവരുത്തിയെന്ന് പുറകിൽ നടക്കുമായിരുന്നു. എന്നെ വകവരുത്താനാണ്. ഒരു മധുക്കാരെ ഒരു പാവടിച്ച ചിറ്റപ്പനെ കല്യാണം കഴിക്കൂടി. ചിറ്റപ്പൻ അയാളെ വരെ ഇങ്ങനെ അനാവശ്യം പറയലായിരുന്നു അവിടെ ജോലി. അയാള് പ്രായമുള്ള ഒരു മനുഷ്യൻ. അയാള് പുതിയൻ നല്ലൂക്കാലെ തങ്കപ്പൻ. അയാള് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഒക്കെ നടക്കുമായിരുന്നു. ഇവരുടെ കഥ ഒരു ഇതുപോലെ കഥയുണ്ടാക്കലായിരുന്നു ജോലി. കണ്ട അവിടെ വേലയ്ക്ക് നിന്ന വിനോദിനിയോ എന്ന് വേണ്ട അവരുടെ കൂടെ എല്ലാം കിടപ്പായിരുന്നു ജോലി എന്നാണ് പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെ കൊണ്ട് പറയാൻ ഇങ്ങനെ കഥ പറഞ്ഞ് തിന്നുമായിരുന്നു അവർക്ക് ജോലി. അതുപോലെ നമ്പർ 1 തള്ളി അവൾ. അങ്ങേരെ അവസാനം തലയ്ക്കടിച്ച് എന്തായാലും കൊന്നു. അങ്ങേരെ തലയ്ക്കടിച്ച് കൊന്നു. ആശുപത്രിയിൽ ഇട്ടിട്ട് കൊന്നെന്തായാലും അയാളെ തലയ്ക്കടിച്ച്. മനുഷ്യസ്ത്രീ അല്ല അവള്. മനുഷ്യസ്ത്രീ വെട്ട കേടും ചേട്ട കേടുക അവള്. ആ പൊടിയിച്ചിട്ട് തന്നെ തലയ്ക്കടിച്ച് കൊന്ന അവസാനം.